പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആരാണത് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ എവൻഗേലിയൻ സന്ദേശത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. സന്ധ്യയുടെ വായനയായിട്ട് എവൻഗേലിയൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ 45 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിന്റെ എവൻഗേലിയൻ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28 മുതൽ 8-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7 മുതൽ 19 വരെ വാക്യങ്ങളാണ്. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങളും 15-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. ഇവിടെ യെശയ്യാ പ്രവചനം 33-ാം അധ്യായം 2 മുതൽ 9 വരെ വാക്യങ്ങളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൊതുവിനെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 22 മുതൽ 31 വരെ വാക്യങ്ങളാണ്. പൗലോസിലെ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27 മുതൽ വാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. എവൻഗേലിയൻ ഭാഗം വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയൻ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളും 4-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ചിന്തകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇന്നത്തെ വായനകൾ ഞങ്ങൾക്ക് ജ്ഞാനവും അറിവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളിലെല്ലാ പാപവശങ്ങളും നീക്കം ചെയ്ത് വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് തിരുന്തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നോമ്പിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച ഗർഭോ ഞായർ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഞായർ എന്ന ഈ ദിവസത്തെ പിതാക്കന്മാർ വിളിക്കുന്നു, ക്രമീകരിച്ചിരിക്കുന്നു. 72-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. കുഷ്ഠരോഗിയായ ഈ പ്രിയ സ്നേഹിതൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒരു അപേക്ഷയാണ്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറയുന്നു, അവന്റെ നേരെ കൈതട്ടി തൊട്ട് അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. പഴയ നിയമത്തിൽ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ വായിക്കുമ്പോൾ യെരമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ ഞാൻ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം നിന്നെ വീണ്ടും കൈക്കൊള്ളും. നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് പറയാതെ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ പോലെയാകും. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗി ഈ സഹോദരൻ പഴയ നിയമ
പുസ്തകം നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾക്ക്, വേദനകൾക്ക് കണക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ലേവ്യ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചീകാതിരിക്കണം, മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ച് പറയുകയും ചെയ്യണം. രോഗമുള്ളിടത്തോളം കാലം പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി പാർക്കണം. ചില പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് പിടിപെടുമ്പോൾ അവൻ ഒറ്റപ്പെടുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വസൂരി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആൾപ്പാർക്കില്ലാത്ത ഒരിടത്ത് ഒരു വൈക്കോല് കൊണ്ടോ ഓല കൊണ്ടോ ഷെഡ് കെട്ടി ആ വ്യക്തിയെ അവിടെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് കിടത്തി, ആരും അന്വേഷിക്കാനോ പോകാനോ ഇല്ലാതെ, ചില ധൈര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറച്ചകലെ കൊണ്ടുപോയി എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കും, വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യും. അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അനക്കമൊന്നും കേൾക്കാതെ വരുമ്പോഴോ പകുതി ജീവനോട് കൂടിയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ചലനങ്ങളോ അനക്കങ്ങളൊന്നും ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഷെഡിന് തീ കൊളുത്തുകയും ആ വ്യക്തിയെ ആ ഷെഡിനുള്ളിൽ ചാരമായി തീരുകയും ചെയ്യും, അതിലുള്ള അണുക്കളുമെല്ലാം. അങ്ങനെ മനുഷ്യൻ നമ്മുടെ കാരണന്മാരുടെ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്കൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാൻ കഴിയുമെന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ശാപമായിട്ടാണ് അതിനെ നമ്മൾക്ക് കണക്കാക്കാൻ കഴിയുന്നത്. നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ അവിടെ കുഷ്ഠരോഗിയായ നാമാന്റെ കുഷ്ഠം മാറുന്നത് കാണുവാനായിട്ട് കഴിയും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ എലീഷ പ്രവാചകനാണ് നാമാന്റെ കുഷ്ഠം മാറ്റുന്നത്. സിറിയ രാജാവിന്റെ സൈന്യാധിപനാണ് നാമാൻ. പക്ഷെ ആ കുഷ്ഠം ഒരു ശാപമായിട്ട് എലീഷ പ്രവാചകന്റെ ശിഷ്യനായ ഗെഹസിക്ക് വന്നുപെടുന്നുണ്ട്. അവിടെ നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞ് പോലെ വെളുത്ത് എലീഷയുടെ സന്നിധി വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതി മേലും വന്ന് ചേരും. അതൊരു ശാപമാണ്. നാമാന്റെ കുഷ്ഠം എലീഷ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവൻ കുളത്തിലിറങ്ങി ശുദ്ധി ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കുളിച്ചപ്പോൾ അവന് കുഷ്ഠം മാറി. ആ കുഷ്ഠമാറ്റത്തിന് നാമാൻ കൊടുത്ത പ്രതിഫലം, സമ്മാനങ്ങൾ
എലീഷ വാങ്ങിയില്ല. ദൈവമാണ് അവിടെ സൗഖ്യമാക്കിയത് എന്ന് നാമാൻ അറിയേണ്ടതിന് ആ സമ്മാനങ്ങളൊന്നും എലീഷ വാങ്ങിയില്ല. എന്നാൽ ഗേഹാസി ഇത് കണ്ട് ഈ സമ്മാനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു രീതി അവിടെ കാണാം. നുണ പറഞ്ഞ് ഈ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റുമ്പോൾ എലീഷ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. എലീഷ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അടുക്കൽ അതിഥികൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ അന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനങ്ങൾ ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ഗേഹാസി നാമാന്റെ പുറകെ ചെന്ന് വാങ്ങുക. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവികമായിട്ടുള്ള അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ അത് വേറെ പലവിധ രീതിയിലും സമ്പാദ്യ മാർഗത്തിലുള്ള കാരണമായി തീരുമ്പോൾ പലപ്പോഴും കുഷ്ഠം ശാപമായി മാറുന്നു എന്ന് ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യിരെമ്യാ പ്രവചനം 15:19, നീ തിരിച്ചു വന്നാൽ ഞാൻ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. അധമമായത് പറയാതെ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഈ ഗേഹാസി അധമമായത് പറഞ്ഞു, നുണ പറഞ്ഞു. അങ്ങനെയാണ് അവനവിടെ ഈ പണം സമ്പാദിക്കുന്നത്. ഗേഹാസിയോട് നുണ പറഞ്ഞു. അവൻ ഈ സമ്മാനങ്ങളെല്ലാം വാങ്ങി, നുണ പറഞ്ഞു വാങ്ങി, സ്വന്തം പോക്കറ്റിൽ സൂക്ഷിച്ചതിന് ശേഷം എലീഷയുടെ അടുത്ത് അകത്ത് വന്നു. അപ്പോൾ എലീഷ ചോദിക്കുന്നത്, ഗേഹാസി നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. അപ്പൊ ഉത്തമമായത് സംസാരിക്കാതെ അധമമായത് സംസാരിച്ചു. ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉത്തമമായതാണോ സംസാരിക്കുന്നത്, അതെയോ അധമമായതാണോ സംസാരിക്കുന്നതെന്ന് പരിശോധിക്കും. ഇവിടെ മറ്റൊരു സംഭവം കൂടി രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായ നാമാൻ ഈ കുഷ്ഠരോഗം മാറ്റിക്കിടുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ടെന്ന് ഇസ്രായേലിലെ പെൺകുട്ടി നാമാന്റെ വീട്ടിലെ പരിചാരിക പറയുമ്പോൾ സിറിയ രാജാവിന്റെ കയ്യിൽ എഴുത്തും വാങ്ങി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ രാജാവ് കത്ത് വാങ്ങി വായിച്ചപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. കത്ത് വായിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പേടിച്ചു പോയി. അദ്ദേഹം വസ്ത്രം കീറി ഇപ്രകാരം പറയുകയാണ്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, ജീവൻ എടുക്കുവാനും കൊടുക്കുവാനും ഞാൻ ദൈവമാണോ? രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. പേടിച്ചുപോയ അദ്ദേഹം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ, ഇസ്രായേൽ രാജാവ് പറയാണ്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ ഞാൻ ദൈവമാണോ? എന്നോട് ആവശ്യപ്പെടുകയാണ്, എന്നോട് ബലിയിടാൻ വരികയാണ്, എന്നോട് യുദ്ധത്തിന് വരികയാണ്. ഞാൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമോ? ഞാൻ ദൈവമാണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം വളരെ അസ്വസ്ഥനാവുകയാണ്. ഈ വിവരം ഏലിയാ പ്രവാചകൻ എലീഷ അറിയുകയാണ്. എലീഷ രാജാവിനെ അറിയിക്കാൻ, നീ എന്തിനാണ് വസ്ത്രം കീറുന്നത്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ, അവൻ എൻ്റെ അടുത്ത് വരട്ടെ.
ദൈവഭയമുള്ള അല്ലെങ്കിൽ ദൈവ വിശ്വാസമുള്ള, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് വരട്ടെ. ഓരോന്നിനും ഓരോ ദൗത്യമുണ്ടല്ലോ. പ്രിയമുള്ളവര്, അതുകൊണ്ട് നമുക്ക് യേശുവിനെ പോലെ കരുണയുള്ളവരായിരിക്കാം, യേശുവിനെ പോലെ സ്നേഹമുള്ളവരായിരിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ചിന്ത, ഈ അധമമായത് സംസാരിച്ച് ഗഹാസിയെ പോലെ നാമും നമ്മുടെ സമൂഹവും കുഷ്ഠം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കുഷ്ഠം, ശാരീരിക കുഷ്ഠം, ശാരീരിക രോഗങ്ങൾ, പാപം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഒരു ദൈവശാപമായി ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ട് എങ്കിൽ നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ വായിച്ചതുപോലെ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. തിരിച്ചു വരാനാണ് ഇന്നത്തെ ഈ വായന ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, പ്രിയമുള്ളവരെ, നമ്മൾ കുഷ്ഠരോഗികളെ കാണുമ്പോൾ, കുഷ്ഠരോഗികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, കുഷ്ഠരോഗം ഏത് പേരിൽ വന്നതാണോ അതൊന്നും അവനറിയില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്, അവന്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. അവന്റെ വേദനയും സങ്കടം എന്ന് വെച്ചാൽ അവനെ കാണുമ്പോൾ എല്ലാവർക്കും അവനെ അറപ്പും വെറുപ്പുമാണ്. കുഷ്ഠരോഗം പകരില്ല എന്നൊക്കെ എത്ര മാത്രം വൈദ്യശാസ്ത്രം വളർന്ന് ബോധവൽക്കരിച്ചാലും ഇപ്പോഴും കുഷ്ഠരോഗികളെ കാണുമ്പോൾ സമൂഹത്തിനും ചുറ്റുപാടും നമുക്കൊക്കെയും അറപ്പും വെറുപ്പും അവഗണനയുമാണ്. കുഷ്ഠരോഗികളുടെ ഇടയിലൊക്കെ അല്പമാണെങ്കിലും ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കുവാനും അവരെ ഭക്ഷണം കൊടുക്കുവാനും. ചില കുഷ്ഠരോഗികളെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനൊക്കെ എനിക്കും സാധിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്ന് കിട്ടുന്ന കുഷ്ഠരോഗികളെ, വഴിയിൽ കാണുന്ന കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്കും ദൈവം ഇടയാക്കി തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു കുഷ്ഠരോഗിയുടെ കൂടെ ഒരാഴ്ചക്കാലം താമസിക്കുവാനിട വന്നു. അദ്ദേഹത്തെ പരിചരിക്കുവാനും അദ്ദേഹത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനൊക്കെ ഇടയായപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതും പരിശോധനയിൽ കുഷ്ഠരോഗമാണെന്ന് മനസ്സിലായത്. അപ്പൊ വീട്ടുകാരും സ്വന്തപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചു, നാടുപേക്ഷിച്ചു. അങ്ങനെ കുഷ്ഠരോഗികൾ മാത്രം താമസിക്കുന്ന ഒരു കോളനിയിലേക്ക് മാറി. അവിടെ ഒരു ഉപജീവന മാർഗമൊന്നുമില്ലാതെ പലപ്പോഴും ബുദ്ധിമുട്ടിയപ്പോൾ ഒരു വൈദികൻ, കത്തോലിക്ക സഭയിലൊരു അച്ഛൻ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പശുക്കളെ വാങ്ങിക്കൊടുത്തു. പശുക്കളെ കറന്ന് പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഉപജീവനം നടത്താം, ഭിക്ഷയ്ക്കൊന്നും പോകണ്ട എന്നുള്ള രീതിയിൽ. പശുക്കളെ കറക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കറവക്കാരനൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ കുഷ്ഠരോഗിയായ മകൻ പറയുകയാണ്, ഈ പാല് കൊണ്ട് ഡയറിയിൽ ചെന്നപ്പോൾ ഈ പാൽ ആരും സ്വീകരിക്കുന്നില്ല. കുഷ്ഠരോഗികളുടെ തൊഴുത്തിലെ അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലെ പാല് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അദ്ദേഹം ഭിക്ഷാടനത്തിലേക്ക് മാറി. ഇതാണ് സമൂഹത്തിന്റെ അവഗണന, സമൂഹത്തിന്റെ വെറുപ്പ്. അപ്പൊ ആ മനുഷ്യൻ വളരെയധികം ദുഃഖിതനായി. അവരെ കുഷ്ഠരോഗിയാണെന്നെങ്കിലും ആ രോഗത്തിന്റെ കാഠിന്യവും ആ രോഗത്തിന്റെ വേദനയേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവാണ്. അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്
അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞാൽ തിരികെയുള്ള അവരുടെ സ്നേഹം വളരെ വലുതാണ്. രണ്ടാമത്തെ ചിന്ത, രോഗത്തിന്റെ പേരിലോ പകർച്ചവ്യാധിയുടെ പേരിലോ ആരെയും വെറുക്കാനോ അവഗണിക്കുവാനോ ഉപേക്ഷിക്കുവാനോ നമുക്ക് ഇടയാകരുത്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തുവിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾക്ക് അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയണം. ഇസ്രായേൽ രാജാവിനോട് എലീഷ പ്രവാചകൻ പറഞ്ഞ പോലെ, നീ എന്തിന് ഭാരപ്പെടുന്നു, നീ എന്തിന് ഭയപ്പെടുന്നു, അവനെ എന്റെ അടുക്കൽ വിടുക. അതായിരിക്കണം ഒരു ദൈവ പൈതൽ. ഈ ലോകത്ത് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാകാം, ഈ ലോകത്ത് പല കാര്യങ്ങൾക്കും ഭയമുള്ളവരുണ്ടാകാം, രോഗിയെ സുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. പക്ഷെ ഒരു ദൈവ പൈതൽ പറയണം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട, അവനെ എന്റെ അടുക്കൽ വിടുക, എന്റെ അടുക്കൽ തരിക. അതാണ് യേശു ചെയ്തത്. ഈ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിനെ കണ്ട് യേശുവിന്റെ മുമ്പിൽ കവിണ് വീണ് യേശുവിനോട് പറയുകയാണ്, എന്റെ കർത്താവേ, എന്റെ രക്ഷക, എന്റെ ദൈവമേ, എന്റെ പാപമോചക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. വേറെ ആർക്കും എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുകയില്ല. നീയും കൂടി മനസ്സ് വെച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. യേശു തന്റെ കൈ നീട്ടി അവനെ തൊട്ട് അവനോട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവന്റെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട് കൽപ്പിച്ചു, നീ ആരോടും ഇത് പറയരുത്. പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ പറയുക. ദൈവമക്കളെ, ഈ രണ്ടാമത്തെ ചിന്തയോടുകൂടി ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, നാമാന്റെ കുഷ്ഠം മാറിയത് ഗഹാസി മേടിച്ചെടുത്തതുപോലെ പല ദൈവമക്കളുടെയും വിടുതൽ അവരുപേക്ഷിക്കുന്നത് നാം സ്വീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പല ദൈവമക്കളും ഉപേക്ഷിച്ചത്, പല ദൈവിക പ്രവൃത്തികളുടെയും ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ടത് ചില നന്മകളാണെന്ന് കരുതി നാം അധമമായ ഏർപ്പാടിലൂടെ, അധമമായ സംസാരത്തിലൂടെ നാം സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഒന്നാമത്തെ ചിന്ത. നമ്മുടെ പൂർവികരും നമ്മുടെ തലമുറകളിലൊക്കെ അത്തരം അധമമായതുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ ചിന്ത, ഈ കുഷ്ഠരോഗിയെ പോലെ യേശുവിന്റെ അടുക്കൽ വരിക, അനേക മാറാവ്യാധികളെയും തീരാരോഗികളെയും യേശു സൗഖ്യമാക്കിയതുപോലെ എലീഷ പ്രവാചകനെ പോലെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള, അവരെ സ്നേഹിക്കുവാനുള്ള, അവരെ ബഹുമാനിക്കുവാനുള്ള ഒരു ദൈവസ്നേഹം രൂപപ്പെടുക. കുഷ്ഠരോഗികളെ ഡംപ് ചെയ്യുന്ന മൊളക്കോ ദ്വീപിലേക്ക് ഫാദർ ഡാമിയിൽ കടന്നുപോയി. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധ വൈദികൻ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, കുഷ്ഠരോഗികളെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്നതിനു വേണ്ടി മദർ തെരേസ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. നമുക്കും കഴിയട്ടെ. രോഗത്തിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും പകർച്ചവ്യാധിയുടെ പേരിലായാലും അവഗണിക്കാനോ വെറുപ്പുളവാക്കാനോ ഉപേക്ഷിക്കാനോ ഇടയാകാതിരിക്കട്ടെ. സാധിക്കുന്നിടത്തോളം, കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ഒരിക്കൽ കൂടെ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. എലീഷ പ്രവാചകൻ പറഞ്ഞ വാക്ക്, അവനെ എൻ്റെ അടുക്കിലേക്ക് വിടുക. നമുക്ക് കഴിയട്ടെ. ക്രിസ്തുവിന്റെ ഈ സ്നേഹം ഈ പരിശുദ്ധ നോമ്പിൽ, ഈ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ
ഈ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കട്ടെ അവഗണിക്കപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും വെറുക്കപ്പെട്ടവരെയും സ്വീകരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ സാധിക്കട്ടെ. ദൈവകൃപ നമ്മളെല്ലാവരും ധാരാളമായി ചൊരിയപ്പെടട്ടെ. അതിനുവേണ്ടി ആരാഗ്രഹിച്ച് ദൈവസമയം പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ധാരാളമായി ലഭിക്കും. പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധന്മാർ, ശുദ്ധിമതികൾ, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അനേക വിശുദ്ധന്മാരുണ്ടല്ലോ, അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് സഹായമായി തീരട്ടെ. ഇന്ന് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ നമ്മുടെ അരുമനാഥൻ, ആ പരമപരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളെല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അടിയങ്ങളെയും ഇതുപോലെയുള്ള ശുശ്രൂഷകളിലേക്ക് നയിക്കണമേ. നാമാന്റെ കുറ്റം ഗഹാസിയുടെ മേൽ വന്ന് പതിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഞങ്ങളിലോ ഞങ്ങളുടെ തലമുറകളിലോ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ആ കുഷ്ഠരോഗിയെ പോലെ ഞങ്ങൾ പറയുന്നു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ ശുദ്ധരാക്കാൻ കഴിയും. ഞങ്ങളിലുള്ള കുറ്റങ്ങളെല്ലാം കഴുകിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, തിരുസന്നിധി ഞങ്ങൾ വെക്കുന്നു. അനേകം അവഗണിക്കപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും വെറുക്കപ്പെട്ടവരെയും മാറാവ്യാധികളാലും തീരാരോഗങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ട എല്ലാ മക്കളെയും ചേർത്ത് വെക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ ഒരല്പമെങ്കിലും, ഒരു കണികയെങ്കിലും കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.